പഠിക്കാൻ പോകുന്നത് ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സ് എന്ന് പറയുന്ന മോഡ്യൂളാണ്. ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സ് എന്ന് പറയുന്നതും ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ് എന്ന് പറയുന്നതും ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ രണ്ട് ഫോർമുലേഷൻ ആണ്. ഈ ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് അറിഞ്ഞൂടല്ലോ. ഫോർമുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഡോക്യുമെന്റിങ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഓഫ് ദാറ്റ് തിങ് എന്ന രീതിയിലാണ് ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറയുക. അതായത് അതിൻ്റെതായ ഭാഷ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ. ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ രണ്ട് ലാംഗ്വേജസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സിനെയും ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സിനെയും പറയാം. അതിൽ ലഗ്രാഞ്ചിനാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതേ ഒരു കുഞ്ഞു അത്ര വലിയ മോഡ്യൂളൊന്നും അല്ല. ഏതെങ്കിലും ടോപ്പിക്ക് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ മോഡ്യൂളിൽ ഞാൻ ഏതെങ്കിലും ടോപ്പിക്ക് സിലബസിൽ നിന്ന് അഥവാ അബദ്ധവശാൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എങ്കിൽ കൈൻഡ്ലി സേ ടു മീ ദാറ്റ് ഇത് പഠിപ്പിച്ചിട്ടില്ല എന്ന് എന്നോട് പറയുക. So we are going to Lagrangian dynamics. So what are constraints? If the motion of a particle is completely unrestricted by the particle is free. Such a free particle has 3 degrees of freedom. ഇപ്പം അശ്വിനെ ആരും ഒരിടത്തും കെട്ടിയിട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അശ്വിന് എത്ര ഡയമെൻഷനിൽ മൂവ് ചെയ്യാം? അശ്വിനെ 3 ഡയമെൻഷനിൽ മൂവ് ചെയ്യാം. ഏതൊക്കെയാ? എക്സ്, വൈ, ഇസഡ് എന്ന് പറയുന്ന 3 ഡയറക്ഷനിൽ മൂവ് ചെയ്യാം അല്ലേ? അപ്പോൾ അശ്വിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 3 ആണ്. Therefore 3 coordinates are required to describe the motion of the particle. അതുകൊണ്ട് തന്നെ മോഷൻ ഓഫ് എ പാർട്ടിക്കിളിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ 3 കോർഡിനേറ്റ് വേണം. തിരിച്ചാണ് പറയുന്നത്. 3 കോർഡിനേറ്റ് ആയതുകൊണ്ട് 3 എന്നല്ല, മറിച്ച് 3 സൈഡിലേക്ക് അശ്വിന് പോവാം, അതുകൊണ്ട് 3 കോർഡിനേറ്റ് വേണം. ഓക്കെ. For a system of n particle, the number of degrees of freedom is 3n. ഇനി അശ്വിൻ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ടായിരുന്നപ്പോൾ അത് 3. ഇനി അശ്വിനും ഐശ്വര്യയും കൂടി ആയിരുന്നെങ്കിലോ 6 ഉണ്ടാവും. കാരണം 3 × 2 3n എന്നാണ് അതിന്റെ ഫോർമുല. അശ്വിനും ഐശ്വര്യ ലക്ഷ്മി ഉണ്ടായിരുന്നെങ്കിലോ 9 എണ്ണം ഉണ്ടാവും. അശ്വിനും ഐശ്വര്യ ലക്ഷ്മി ഞാനും ഉണ്ടെങ്കിലോ അത് 12 എണ്ണമാവും. ആരുടെയും കൂടി ചേർന്നാലോ അത് 15 എണ്ണമാവും. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എൻ പാർട്ടിക്കിൾ എത്രയാ? 3n ആണ്. എൻ ഫ്രീ പാർട്ടിക്കിൾ ആണ്, റെസ്ട്രിക്റ്റഡ് അല്ലാത്ത ഫ്രീ പാർട്ടിക്കിൾ. ഓക്കെ. In the case there will be 3n number of independent equation of motion. അങ്ങനെയാണെങ്കിൽ എത്ര ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എത്ര എണ്ണം കാണും? 3n number of equations of motion കാണും. 3n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 3, 6, 9, 12 അങ്ങനെ എത്രയെങ്കിലും നമ്പർ ഓഫ് ഇക്വേഷൻസ് കാണും. Usually the motion of the particle of a system are called constraint, and the motion is said to be constrained. അപ്പോൾ ഈ മോഷൻസ് ഓഫ് എ പാർട്ടിക്കിളിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെ സൈഡിലേക്കാണ് ഇത് പോകുന്നത് അതിനെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയുന്നത്. പ്രസൻസ് ഓഫ് കൺസ്ട്രെയിൻ റെഡ്യൂസ് ദി നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ് ഓഫ് ദി മോഷൻ. ഒന്നും മനസ്സിലായില്ല. അതായത് ഞാൻ പിടിച്ച അശ്വിനെ കെട്ടിയിട്ട്, ഇവിടെ കെട്ടിയിടുക എന്നത് ഒരു കൺസ്ട്രെയിൻ്റ് ആണ്. അതായത് അശ്വിനെ ഏതെങ്കിലും, ഇപ്പോൾ അശ്വിനെ എക്സ് ഡയറക്ഷനിലേക്ക് പോകാൻ വിടാതെ വൈയിലേക്കും ഇസഡിലേക്ക് മാത്രം പോകുന്ന രീതിയിൽ ഞാൻ കെട്ടിയിട്ടാൽ അശ്വിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ത് ചെയ്യും? കുറയും. അതാണ് കൺസ്ട്രെയിൻഡ് മോഷൻ. അപ്പോൾ യൂഷ്വലി പാർട്ടിക്കിളിൻ്റെ മോഷൻ സാധാരണ ഇതിൽ കൺസ്ട്രെയിൻസ് ഉള്ളതായിരിക്കും. കൺസ്ട്രെയിൻസ് ഉള്ള മോഷൻ ആയിരിക്കും പാർട്ടിക്കിളുള്ളത്. അത്തരത്തിലുള്ള മോഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് വിളിക്കുന്നത്. കൺസ്ട്രെയിൻഡ് മോഷൻ വരുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കുറയോ കൂടുവോ? ആരതി? കുറയും. An example പറയാണ്. A rigid body is constrained by a system in which the distance between the two particles of the system is constant. അപ്പോൾ റിജിഡ് ബോഡിയിൽ എന്ത് പറ്റും? കൺസ്ട്രെയിൻഡ് ആയിരിക്കും. എങ്ങനെയാണ് അത് കൺസ്ട്രെയിൻഡ്? രണ്ട് അടുത്തടുത്തുള്ള പാർട്ടിക്കിൾ, നിങ്ങൾ ഫസ്റ്റ് സെമ്മിലെ റിജിഡ് ബോഡി ഡൈനാമിക്സ് ഇല്ലേ, അപ്പോൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. അടുത്തടുത്തുള്ള പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് റിജിഡ് ബോഡി. അതുകൊണ്ടാണ് അത് ഡിഫോം ചെയ്യാൻ പാട്. അതാണ് ഈ പറയുന്നത്. ഒരു കൺസ്ട്രെയിൻഡ് മോഷൻ ഒരു എക്സാമ്പിൾ, ബോഡിക്ക് ഒരു എക്സാമ്പിൾ ഏതാണ്? ഒരു റിജിഡ് ബോഡി ഒരു കൺസ്ട്രെയിൻഡ് സിസ്റ്റമാണ്. 2, ഇത് ഗ്യാസ് മോളിക്യൂളിനെ കണ്ടെയ്നർ, ഒരു കണ്ടെയ്നറിനകത്ത് അടച്ച ഗ്യാസ് മോളിക്യൂൾ. ഇപ്പം കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടല്ലോ. അപ്പോൾ ആ ബലൂണ് നമ്മളെല്ലാവരും മറ്റേ പറത്തി വിടുന്ന ബലൂണ്, ഹൈഡ്രജൻ ബലൂണിനകത്ത് ഉള്ള ഹൈഡ്രജൻ എന്തായിരിക്കും കൺസ്ട്രെയിൻ? ആ ബലൂണിൻ്റെ വാളുകളാണ്. ബലൂണിൻ്റെ വാളിന് പുറത്തേക്ക് ഇവർക്ക് ഇത് പോകാൻ പറ്റുമോ? അശ്വിനെ പോകാൻ പറ്റത്തില്ല. A particle placed on the surface of a sphere is constrained to move only on the surface of the sphere. ഒരു സ്ഫിയറിന്റെ സർഫസിൽ വെച്ചിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന് സ്ഫിയറിന്റെ സർഫസിൽ കിടന്നേ പോകാൻ പറ്റുള്ളൂ. അതിന് ഇഷ്ടമുള്ളിടത്തൊന്നും കറങ്ങി നടക്കാൻ ഒക്കൂല. Constraints are generally classified into holonomic constraint and non-holonomic constraint. കൺസ്ട്രെയിൻറ്റുകൾ 2 തരം. ഏതൊക്കെയാ? ഹോളോനോമിക് കൺസ്ട്രെയിൻറ്റും നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻറ്റും. But the nature of the constraint can be expressed as the equation connecting coordinate of the particle with or without a type in the form f of r1, r2, etc. up to rn, t equal to 0. Then the constraint is known as a holonomic constraint. ഒന്നും മനസ്സിലായില്ലല്ലോ. അതായത് ഒരു കൺസ്ട്രെയിൻറ്റിൻ്റെ നേച്ചറിനെ അതിൻ്റെ
കോർഡിനേറ്റും ടൈം വെച്ചോ വെക്കാതെ വിത്ത് കോർഡിനേറ്റ് ടൈമോ വിത്ത് ടൈമോ വിത്തൗട്ട് ടൈം എക്സ്പ്രസ് ഇക്വേഷൻ ആക്കി കേൾക്കണം, ഇക്വേഷൻ ആക്കി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ then it is called what? It is called a holonomic constraint. What it is called? A holonomic constraint. അതായത് എഫ് ഓഫ് R1, R2, അപ് ടു എക്സെട്ര അപ് ടു വിത്ത് ടി വിത്തൗട്ട് ടി ഉണ്ടാവാം ഇല്ലാതിരിക്കുക, അതാണ് ഈക്വേഷൻ കേട്ടോ, ഈക്വൽ ടു 0. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ലക്ഷ്മി? ഹോളോനോമിക് കൺസ്ട്രെയിന്റ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ഏതാണ്? ഫോർ എ പാർട്ടിക്കിൾ മൂവിങ് ഓൺ ദി സർഫസ് ഓഫ് എ സ്പിയർ ഓഫ് റേഡിയസ് എ, ദ പൊസിഷൻ കോർഡിനേറ്റ് ആർ ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഒരു സ്പിയറിൻ്റെ സർഫസിൽ മൂവ് ചെയ്യാന്ന് വിചാരിച്ചാൽ സ്പിയറിൻ്റെ റേഡിയസ് എ ആണെങ്കിൽ ആ പൊസിഷൻ കോർഡിനേറ്റ് തരുന്ന ഇക്വേഷൻ ഏതാണ്? R² - A² = 0. The surface in the case is a holonomic constraint. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതായത് ഇക്വേഷൻ ആക്കി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സർഫസ് എന്താണ്? ഹോളോനോമിക് കൺസ്ട്രെയിൻഡ് ആണ്. ഓക്കെ, ഹിയർ ദി ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 2 ബിക്കോസ് ഓൺലി 2 കോർഡിനേറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 2 ആണ്. 2 ആണ് ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം, 3 ഇല്ല, മറിച്ച് 2 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. കാരണം എന്താ? 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസേ ഇവിടെ ഉള്ളൂ. ഏതൊക്കെയാണ്? ആറും എയും. അതുകൊണ്ടാണ് അത് ഈ പറയുന്ന പോലെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 എണ്ണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആണ്. ഇൻ ദി കേസ് ഓഫ് എ റിജിഡ് ബോഡി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 പാർട്ടിക്കൽ. ഇനി അടുത്ത രണ്ടാമത്തെ എക്സാമ്പിൾ, ഒരു റിജിഡ് ബോഡിയുടെ കേസിൽ 2 പാർട്ടിക്കൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ RI - RJ is equal to C, a constant, so a rigid body is a holonomic constraint. അപ്പോൾ RI - RJ എന്ന് പറയുന്നത് RJ = C എന്നാണ് നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ മറ്റേ മെക്കാനിക്സിൻ്റെ റിജിഡ് ബോഡി ഡൈനാമിക്സിൽ അവിടെ പഠിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടൊന്നും തിരിച്ചു പോകണ്ട, ഇവിടെ ഇത് കാണാൻ അങ്ങ് പഠിച്ചാൽ മതി. RI - RJ is equal to RIയും Jയും Iയും J എന്ന് പറയുന്നത് ആ റിജിഡ് ബോഡിയിലെ 2 പോയിൻ്റാണ്. RI - RJ is equal to C എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എ റിജിഡ് ബോഡി ഈസ് എ ഹോളോനോമിക് കൺസ്ട്രെയിന്റ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് റിജിഡ് ബോഡി ഒരു ഹോളോനോമിക് കൺസ്ട്രെയിന്റ് ആയിട്ട് പറയാം. മൂന്നാമത്തെ എക്സാമ്പിൾ, ഇൻ എ സിമ്പിൾ പെൻഡുലം ദ പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് ദ ബോബ് ഈസ് ഗിവൺ ബൈ. നമുക്കറിയാം പണ്ട് +1 നിങ്ങൾ ഫോക്കസ് പോയിന്റ് ആരാണോ എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ ആ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്തോ +2. ഇപ്പോൾ ഡിഗ്രിക്കില്ല. ഞാൻ ഡിഗ്രി ചെയ്യുന്നതിന് മുമ്പത്തെ വർഷം വരെ ഡിഗ്രിയിൽ സിമ്പിൾ പെൻഡുലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല, ഇപ്പോൾ കോമ്പൗണ്ടൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത്. അതിന് R = L എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ അതെന്താണ്? സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ് അതൊരു ഹോളോനോമിക് കൺസ്ട്രെയിൻ്റ് ആണ്. ഇനി നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻ്റ് എന്താണ്? കൺസ്ട്രെയിൻ വിച്ച് കനോട്ട് ബി എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് ഇക്വേഷൻ. ആ ഇക്വേഷൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ, നേരത്തെ പറഞ്ഞില്ലേ എഫ് ഓഫ് R1, Rn, T = 0, അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോൺ ഹോളോനോമിക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഏതാണ്? ദ വാൾസ് ഓഫ് എ ഗ്യാസ് കണ്ടെയ്നർ ഈസ് നോൺ ഹോളോനോമിക്. ഗ്യാസ് കണ്ടെയ്നറിൻ്റെ വാൾസും ഇതുമായിട്ട് നമുക്കൊരു റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ ബലൂണിൻ്റെ കേസ് നമുക്ക് അത് നോൺ ഹോളോനോമിക് ആണ്. ദ സർഫസ് ഓഫ് എ സ്ഫിയർ ഓൺ വിച്ച് എ പാർട്ടിക്കൽ മൂവ്സ് അണ്ടർ ഗ്രാവിറ്റി ഈസ് എ നോൺ ഹോളോനോമിക് കൺസ്ട്രെയിന്റ് ബിക്കോസ് പൊസിഷൻ കോർഡിനേറ്റ് R can be expressed as an inequality R² - A² is greater than or equal to 0. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് സ്ഫിയറിൻ്റെ സർഫസിലുള്ള ഒരു പാർട്ടിക്കിൾ സ്വയം മൂവ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു ഉറുമ്പിനെ പിടിച്ചിട്ട് സ്ഫിയറിൻ്റെ സർഫസ് ഇട്ടിടാണെങ്കിൽ അതിൻ്റെ മോഷൻ വെച്ചിട്ട് നമുക്കിത് പറയാം. പക്ഷേ ഗ്രാവിറ്റി കൊണ്ടാണ് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് സ്ഫിയറിൻ്റെ സർഫസ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഈക്വാലിറ്റി കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഇനിക്വാലിറ്റി വരും. R² - A² is greater than or equal to 0 എന്ന് വരും. ആ ഇക്വാലിറ്റി വന്നാലേ ഹോളോനോമിക് ആവും. ഗ്രേറ്റർ ദാൻ വന്നാൽ എന്ത് പറ്റും? നോൺ ഹോളോനോമിക് ആവും. ദ ഇക്വാലിറ്റി സൈൻ ഹോൾഡ് ഗുഡ് ലോങ് as the particle moves on the sphere and when it leaves the sphere R² - A² is greater than 0. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഗ്രാവിറ്റി കൊണ്ട് മൂവ് ചെയ്യുമ്പോൾ സ്പിയറിൻ്റെ സർഫസിൽ കിടക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഗ്രാവിറ്റി ആകുമ്പോൾ താഴോട്ട് വീഴൂലേ. അപ്പോൾ R² - A² is greater than 0, അപ്പോൾ അത് നോൺ ഹോളോനോമിക് ആവും. If the equation to be constraint contains time as an explicit variable, then the constraint is known as Reynolds constant. If the equation does not contain time explicitly, it is called as Cleronomus constant. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഹോളോനോമിക്കിൽ ടൈം ഉണ്ടാവാം ഉണ്ടാകാതിരിക്കാം അല്ലേ, ഇക്വേഷനിൽ ടൈം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം. ടൈം ഉണ്ടെങ്കിൽ, ടൈം അതിൽ നേരിട്ട് തന്നെ ഉണ്ടെങ്കിൽ then it is called Reynolds constraint. Reynolds constraint എന്ന് പറയും. ടൈം ഇല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും? സ്ക്ലിറോണമസ് കൺസ്ട്രെയിൻറ്റ്. സ്ക്ലിറോണോമിക് കൺസ്ട്രെയിൻറ്റും റെനോമിക് കൺസ്ട്രെയിൻറ്റും ഒന്നും പറയാറുണ്ട്. റെനോമസ് എന്നും സ്ക്ലിറോമസ് എന്നും പറയും, അല്ലെങ്കിൽ റെനോമിക് കൺസ്ട്രെയിൻറ്റ് എന്നും സ്ക്ലിറോണോമിക് കൺസ്ട്രെയിൻറ്റ് എന്നും പറയാറുണ്ട്. Constraint may be also classified as conservative and dissipative constraint. ഇനി കൺസർവേറ്റീവ് കൺസ്ട്രെയിൻ അടുത്ത ഒരു ഇതെല്ലാം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞു പോകുന്ന എല്ലാം.
The total അപ്പോൾ കൺസർവേറ്റീവ് എന്ന് ഡിസിസിപ്പേറ്റീവ് കൺസ്ട്രെയിന്റ് എന്നും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കൺസർവേറ്റീവ് കൺസ്ട്രെയിൻറ്റിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ദ സിസ്റ്റം കൺസർവ്ഡ് ആയിരിക്കും. അതായത് കൺസ്ട്രെയിൻഡ് മോഷന്റെ സമയത്ത് ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് കൺസർവ്ഡ് കൺസ്ട്രെയിൻ. If the force of constraint does not do any work, if the dissipative constraint, the force of the constraint do work and total mechanical energy is not conserved. Dissipative-ലാണെങ്കിൽ എന്താണ്, ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കില്ല. കാരണം എന്ത് ചെയ്യും, ഇത് വർക്ക് ചെയ്യും, അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കില്ല. So that's the beginning of this module. We will be continuing this module.